ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പക്ഷികളുടെ രാജാവായ പരിന്ത് ആകാശത്തിന്റെ അധിപനാണ്. പർവ്വത ശിഖരങ്ങളിൽ നിന്ന് ചിറകു വിടർത്തി ആകാശത്തിന്റെ അനന്തതയിലേക്ക് കുതിക്കുന്ന പരിന്തിനെ വെല്ലുവിളിക്കാൻ ഒരു പക്ഷിയും ധൈര്യപ്പെടാറില്ല. എന്നാൽ ഭയമില്ലാത്ത ഒരേ ഒരു പക്ഷിയുണ്ട്, കാക്ക. കാക്കയുടെ സ്വഭാവം അല്പം വിചിത്രമാണ്. അത് പറക്കുന്ന പരിന്തിന്റെ പിന്നാലെ ചെന്ന് അതിന്റെ പുറത്ത് കയറിയിരിക്കും. എന്നിട്ട് പരിന്തിന്റെ കഴുത്തിൽ തന്റെ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കാൻ ശ്രമിക്കും. പരിന്തിന് വേണമെങ്കിൽ ഒന്ന് കുടഞ്ഞ് കാക്കയെ ദൂരത്തേക്ക് തെറിപ്പിക്കാം, അല്ലെങ്കിൽ തിരികെ ആക്രമിക്കാം. എന്നാൽ പരിന്ത് അതൊന്നും ചെയ്യില്ല. പരിന്ത് കാക്കയോട് ശണ്ട കൂടാനോ സമയം കളയാനോ നിൽക്കാതെ തന്റെ ചിറകുകൾ കൂടുതൽ കരുത്തോടെ വിടർത്തി ഉയരങ്ങളിലേക്ക് പറന്നുവരും. പരിന്ത് ഉയരങ്ങളിലേക്ക് കുതിക്കുന്തോറും അവിടുത്തെ വായുവിന് കനം കുറഞ്ഞു വരും. ഓക്സിജൻ ലഭിക്കാത്ത കാക്ക ശ്വാസം മുട്ടാൻ തുടങ്ങും. പരുന്തെത്തുന്ന ആ ഉയരങ്ങൾ കീഴടക്കാനുള്ള ശ്വസനശേഷിയോ കരുത്തോ കാക്കയ്ക്കില്ല. ഒടുവിൽ ബോധം മറിഞ്ഞ് തളർന്നു പോകുന്ന കാക്ക പരുന്തിന്റെ പുറത്തുനിന്ന് നിലത്തേക്ക് വീണുപോകും. പരുന്ത് വീണ്ടും തന്റെ ലക്ഷ്യത്തിലേക്ക് സമാധാനമായി പറന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിലും ശണ്ട കൂടാൻ വരുന്ന അനേകം കാക്കകൾ ഉണ്ടായെന്ന് വരാം. പരിഹാസങ്ങളിലൂടെയും അനാവശ്യ വിമർശനങ്ങളിലൂടെയും പിന്നിൽ നിന്നുള്ള കുത്തുവാക്കുകളിലൂടെയും നമ്മെ തളർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരോട് തിരികെ തർക്കിക്കാനും പകരം വീട്ടാനും പോയാൽ നാം നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോകും. അത് നമ്മുടെ ഊർജവും സമയവും നഷ്ടപ്പെടുത്തുകയുള്ളൂ. വിശുദ്ധ ഗ്രന്ഥത്തിലെ സദൃശ്യവാക്യങ്ങൾ 20:3 ഇപ്രകാരം പറയുന്നു: വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം, എന്നാൽ ഏത് ഭോഷന് ശണ്ട കൂടും. കലഹമുണ്ടാക്കുന്നവനും ശണ്ട കൂടാൻ ധൃതിപ്പെടുന്നവനും ഭോഷനാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബുദ്ധിമാനും വിവേകിയുമായ ഒരു വ്യക്തി ഭോഷന്മാരുടെ കലഹങ്ങൾക്ക് ചെവി കൊടുക്കാതെ തന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നു. നമ്മെ തള്ളി താഴെയിടാൻ നോക്കുന്നവരോട് യുദ്ധം ചെയ്യരുത്. പകരം അവരെ നിശബ്ദരാക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുക. നമ്മുടെ അറിവിലും സ്വഭാവത്തിലും ആത്മീയതയിൽ നാം ഉയരങ്ങൾ കീഴടക്കുമ്പോൾ നമ്മെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കുന്നവർക്ക് ആ ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാൻ കഴിയില്ല. നമ്മുടെ വളർച്ചയാണ് നമ്മെ പരിഹസിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഉയരങ്ങളിലെത്തുമ്പോൾ തടസ്സങ്ങൾ തനിയെ ഇല്ലാതാകും. നമ്മെ ഉപദ്രവിക്കുന്നവരെക്കാൾ ഉയരത്തിൽ പറക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പിന്നാലെ കൂടുന്നവർ തനിയെ വീണു പോയിക്കൊള്ളും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.